നമസ്കാരം. സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വ്യൂവേഴ്സിലുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം, നമുക്ക് ചിലവ് കുറച്ച്, ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് ഇൻക്യുബേറ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നാണ്. ഒരു ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ് നമുക്ക് ചെറിയൊരു ഇൻക്യുബേറ്റർ. അവരൊരു മോഹം എന്നതിലുപരി ഏറ്റവും അത്യാവശ്യമായ, നമ്മൾ പല സാധനങ്ങളും നമ്മുടെ ഫാമിൽ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ് ഇൻക്യുബേറ്റർ. അപ്പോൾ ആ ഇൻക്യുബേറ്റർ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ്, ഞാൻ പറഞ്ഞു നമുക്കൊരു 10-500 രൂപയ്ക്ക് നമുക്കൊരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം 700 രൂപയ്ക്ക് നമുക്കൊരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാം. നമുക്ക് അത്രയൊന്നും ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും പോലും ചിലവ് വരില്ല എന്ന് എനിക്ക് തോന്നും. അതിന് സെറ്റിങ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാനുള്ള, ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ടുള്ള ഇത്തരം വീഡിയോകൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഓരോ പ്രോസസ്സായിട്ട്, ഓരോ ഘട്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് വിശദീകരിച്ചും തരാം. അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ, ഒന്ന് നമുക്ക് ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം, ഇത് ഒരു ബോക്സ് വേണം. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് തെർമോക്കോൾ വേണം. ഈ ഒരു ഷീറ്റ് തെർമോക്കോൾ നമുക്ക് സാധാരണ കടകളിൽ നിന്നൊരു ഇതിന് 35 രൂപയാണ് ഈ ഒരു ഷീറ്റിന് വില. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ഫാൻ, 2 അഡോപ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തെർമോസ്റ്റാറ്റ്, പിന്നെ കുറച്ച് ടേപ്പ്. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് ആദ്യം നമുക്ക് ആ ഒരു തെർമോക്കോൾ പിന്നെ ആ ഒരു ബോക്സ്, അതായത് ആ ഒരു കാർട്ടൺ ബോക്സ് നമുക്ക് ഫുള്ളായിട്ട് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്ത് കട്ട് ചെയ്ത് നമുക്ക് ഈ തെർമോക്കോൾ കട്ട് ചെയ്യണം കറക്റ്റായിട്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് തിരികെ വരാം. അപ്പം ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബോക്സ്. ഇത് വെറും കാർട്ടൺ ബോക്സാണ്. ഈ കാർട്ടൺ ബോക്സിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇതിനകം നോക്കി, ഇതിനകം പക്കായിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം നമ്മൾ പിന്നെ തെർമോക്കോളിൻ്റെ ഷീറ്റും ഉണ്ട് നമ്മൾ ഇതിരിക്കും. ഈ ഷീറ്റിന് 35 രൂപയുള്ളൂ കേട്ടോ. ഈ ഷീറ്റിന് 35. നമുക്ക് 2 ഷീറ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. 2 ഷീറ്റ് വാങ്ങിച്ചാൽ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. അതുപോലെ ഇത് കടകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ 35 രൂപയുള്ളൂ ഈ ടേപ്പ്. ഒരു ടേപ്പിന് 35 രൂപ, 30 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ടേപ്പിന്. ഇപ്പോൾ ഇത്രയും സാധനം നിങ്ങൾക്ക് ആയല്ലോ. ഇപ്പം 30, 35, 70, 7, 3, 10, 100 രൂപ ഇപ്പോൾ ആയി. ഇതാണ് നമ്മുടെ ഒരു തെർമോക്കോൾ, നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോക്സ്. ഇനി നമ്മളിതിൻ്റെ സെറ്റിങ്ങിലേക്കാണ് പോകുന്നത്. സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കുക. 2 ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന് കണ്ടല്ലോ, ഈ 2 ഹോള് ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 2 ഹോള് ഇട്ട് കൊടുക്കാം. ഇപ്പുറത്തും അതേപോലെ തന്നെ 2 ഹോൾ ഇട്ട് കൊടുക്കാം. ഈ 2 സൈഡിൽ, അതായത് വീതി കുറഞ്ഞ സൈഡിൽ നമുക്ക് 2 ഹോൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം 2 സൈഡിലും ഹോളായി. ഇവിടെ ഹോളായി, 2 സൈഡിലും നമുക്ക് ഇവിടെയും ഈ സൈഡിലായിട്ട് ഹോളായി. കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് രണ്ടാമത് 2 ഹോൾ ഇട്ട്. ഇനി നമുക്കിതിൻ്റെ തെർമോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രീതി. തെർമോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് കാണാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് അത് ഒന്ന് സെറ്റ് ചെയ്യും. ഞാനത് ആവശ്യമില്ലാതെ എപ്പോഴും അത് നമ്മളത് പറഞ്ഞ് നമ്മളത് ഇതാക്കണ്ട. നമുക്ക് ആ സെറ്റിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കി കണ്ട, നിങ്ങൾ ആ സെറ്റിങ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പം ഞാൻ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു തെർമോസ്റ്റാറ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. തെർമോസ്റ്റാറ്റ് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പോൾ 12 വോൾട്ടിനുണ്ട്, GNC ഉണ്ട്. ഇവിടെയാണ് നമ്മൾ അഡോപ്റ്റർ കൊടുക്കേണ്ട നോബാണിത്. ഈ നോബാണ് അഡോപ്റ്റർ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അഡോപ്റ്റർ കൊടുത്ത് ഇവിടെ മെയിൻ കണക്ഷനാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് വ്യക്തമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് അഡോപ്റ്റർ സെറ്റ് ചെയ്യാം. ലൈറ്റ് സെറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിതിന് വേണ്ട ഒരു അഡോപ്റ്റർ
ഇതുപോലൊരു അഡോപ്റ്റർ നമുക്കിതിന് വേണം. ഈ അഡോപ്റ്റർ വെക്കുന്നത് എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ അഡോപ്റ്റർ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കുക. ഈ അഡോപ്റ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വയർ നമുക്ക് ശരിക്കും പിന്നെ തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷനിലേക്കാണ് വരുന്നത്. തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷനിലേക്ക് വരുന്ന ഈ വയർ നമുക്കിത് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ പിന്നെ ഇത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം. സെറ്റ് ചെയ്തോ? അപ്പം നമുക്കിത് ഇവിടെ ഈ ബൾബ് കൊടുക്കാം. ബൾബ് കൊടുക്കുമ്പോൾ വയർ നമുക്ക് സൈഡിലോട്ട് ആക്കി നമുക്ക് ഇത് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബൾബ് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ ഈ നോക്കേണ്ടത്. തെർമോസ്റ്റാറ്റ് നമുക്ക് ഫിക്സ് ആക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ പുറത്താണ്. ഇനി തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാം. തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടാം. ഇവിടെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം തെർമോസ്റ്റാറ്റിൻ്റെ ഇത് സെൻസർ നമുക്ക് ഇതിലെ കൂടെ അകത്തോട്ട് വിടാം. സെൻസർ അകത്തേക്ക് വിടുക. അതുപോലെ തന്നെ ഈ വയർ നമുക്ക് ഇതിലേക്കൂടെ പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ വയർ ഇതിലേക്കൂടെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ഇപ്പുറത്തോടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ പവർ എടുക്കേണ്ട വയറാണിത്. ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വയർ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഈ ഒരു വയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത വയറാണ് നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കേണ്ടത്. ഈ കട്ട് ചെയ്ത വയർ നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ പവർ വരുന്ന ഏരിയ പവർ കൊടുക്കേണ്ട ഏരിയയിൽ നമ്മളിത് കണക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും വിശദീകരിച്ച് പറയാത്തത് വേറൊരു വീഡിയോ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളത് വിശദമായിട്ടൊന്ന് നിങ്ങളൊന്ന് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറി പിടിക്കരുത്. ദയവ് ചെയ്ത് അതൊക്കെ അബദ്ധപ്പണിയാണ്, കണ്ടടിക്കും. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്യാം. അതിന് നമ്മൾ ഇതിനകത്ത് ഒരു വയർ കട്ട് ചെയ്തിരുന്നല്ലോ. ഈ വയർ കട്ട് ചെയ്യാത്ത നമ്മൾ ആ ഒരു വയറിലേ കട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ 2 എൻഡുണ്ട്. അതിൻ്റെ 2 എൻഡ് നമ്മൾ ഈ ഹോൾഡറിൻ്റെ വയറിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. ഹോൾഡറിൻ്റെ വയറിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ശരിക്കും ഇത് ഫുള്ളായിട്ട് ഇവിടെ അങ്ങ് ടേപ്പ് ചെയ്യാം. ഫുള്ളായിട്ട് ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ടേപ്പ് ചെയ്യാം. കാരണം ഇതിന് മറ്റ് അബദ്ധമൊന്നും പറയാതെ രണ്ടായിട്ടൊന്ന് വെച്ചേക്കുക. രണ്ടായിട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നന്നായിട്ട് ഇതങ്ങ് ടേപ്പ് ചെയ്ത് വെക്കുക. പിന്നീട് ഇതിന് നമുക്ക് ഇതുകൊണ്ട് യാതൊരു ഇതുമില്ല, പണിയൊന്നുമില്ല. ഇതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യേണ്ട അകത്താണ് ഫുൾ എല്ലാ പണിയും. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പണിയെല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്തു. തെർമോസ്റ്റാറ്റിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഹോൾഡറിൽ കൊടുത്തു. ഹോൾഡറിലുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വർക്കൊക്കെ ചെയ്യിച്ച് നോക്കാം. അത് വർക്കൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. ഇപ്പം നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ലൈറ്റ് സെറ്റിങ് ഏകദേശം കഴിഞ്ഞ് ഞാനിത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്. കണ്ടല്ലോ, ഇതിൻ്റെ ഇൻക്യുബേറ്ററിൻ്റെ ലൈറ്റ് സെറ്റിങ്. ഇതിൻ്റെ സർക്യൂട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. നമുക്കിതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ എക്സ്ട്രാ ഞാൻ വേറൊരു ബൾബും വേറൊരു വയറും ഞാൻ കുത്തിയിട്ടുണ്ട്.
ഇത് കുത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ അതായത് ഇവിടെ ലൈറ്റ് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ബൾബും ഉണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത് ഇത് ഞാനൊന്ന് ഓഫ് ചെയ്യുവാണ്. ഈ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ 2 വയർ, ഇത് രണ്ട് വയറാണ്. ഈ 2 വയറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യും. ഈ 2 വയറിൻ്റെ ഒരു ഏരിയ നമ്മൾ ഇത് കട്ട് ചെയ്യും. ഒരു വയറാണ് കട്ട് ചെയ്യുന്നത്. ഈ വയർ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ വയറാണ് കട്ട് ചെയ്യുന്നത്. ഈ വയർ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഈ നോബിൽ നമ്മൾ കൊടുക്കുക. ഈ 2 നോബിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ നോബിൽ ഇത് രണ്ടിലും കൊടുക്കുക. മറ്റേ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്ങിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഇതിനകത്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ശരിക്കും ഉള്ള ഒരു സർക്യൂട്ട്. ഇതിൻ്റെ സർക്യൂട്ട് അതേ ഉള്ളൂ. അതായത് ഈ 2 ഭാഗം പിന്നെ തെർമോസ്റ്റാറ്റിനകത്ത് വരും. എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പ്ലഗിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 എൻഡ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഒരു സെറ്റിംഗ്, ഇൻക്യുബേറ്ററിൻ്റെ സർക്യൂട്ട് സെറ്റിംഗ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇത് ആൾറെഡി ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് സെറ്റിംഗ് കഴിഞ്ഞ്, സർക്യൂട്ട് സെറ്റിംഗ് ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിനകത്ത് ഫാൻ പിടിപ്പിക്കണം. ഫാനും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ശരിക്കുമുള്ള ഒരു ഇത്. ഞാൻ ആ ഫാൻ പിടിപ്പിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു മേക്കിംഗ്, ഒരു ചെറിയൊരു ഇതും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഇൻക്യുബേറ്റർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൻ്റെ ഫുള്ളായിട്ടുള്ള സെറ്റിംഗ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം ഒരു നമ്മൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, ഈ ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം നമുക്ക് ഈ ഒരു ഫാനിന് നമ്മൾ എക്സ്ട്രാ ഒരു അഡോപ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു അഡോപ്റ്റർ നമ്മൾ ഫാനിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അഡോപ്റ്റർ നമ്മൾ ഇതിനകത്ത് കുത്തിക്കഴിഞ്ഞാൽ ഫാൻ വർക്കാവും. ഇനി അതുകൂടാതെ ഈ ലൈറ്റ് എപ്പോഴും ഫിലമെൻ്റ് ലൈറ്റ് തന്നെ ആകാൻ ശ്രദ്ധിക്കുക. ഫിലമെൻ്റ് ലൈറ്റ് ആകണം. അതുകൂടാതെ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ നെറ്റ് ഇതുണ്ട്, ഇതേപോലത്തെ ഒരു നെറ്റ് കട്ട് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കണം. സൈഡിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ മുട്ട ഇവിടെ വെക്കും. മുട്ട ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലായിരിക്കും വെള്ളം വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്. ഈ അടിയിൽ വെച്ച് കൊടുക്കുന്ന ഈ വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങൾ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നമ്മൾ ഇതുപോലത്തെ ഇത് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് വേണമെങ്കിൽ നമുക്കിത് ലാസ്റ്റ് ടൈമിന് വെച്ച് കൊടുത്താലും മതിയാകും. നമുക്ക് ഹാച്ചിങ് ടൈമിന് വെച്ച് കൊടുത്താലും മതിയാകും. ഇതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഒരു സെറ്റപ്പ്. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ നെറ്റ് വെക്കുന്നത് ഇവിടെ നമ്മൾ മുട്ട വെക്കുന്നു. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിലേക്ക് വന്ന് വീഴാതിരിക്കാനാണ് നമ്മൾ വെക്കുന്നത്. ഈ ലൈറ്റിൻ്റെ അടിയിൽ തന്നെ വേണം നമ്മൾ വെള്ളം വെക്കാൻ. ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും തെറ്റായിട്ട് ഒരു പ്രവണത കാണുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഈ ലൈറ്റിൻ്റെ അടിയിൽ വേണം വെള്ളം വെക്കാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് ഇതിനകത്ത് അടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ പോയതിന് ശേഷം അത് നീരാവിയായിട്ടാണ് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ആവുന്നത്. ഈ ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് ക്രിയേറ്റ് ആകാനും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാൻ വെക്കുന്നത്. ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റാണ് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്ത് ഇതിനകത്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 2 ഹോൾ ഇട്ടെന്ന് പറഞ്ഞു. ഈ 2 ഹോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഈ എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രീതി. നമുക്ക് ഇതിൻ്റെ ഈ ഒരു രീതി ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഒരു നല്ല ഒരു ചെറിയ മുതൽ മുടക്കിൽ നമുക്കൊരു ചെറിയൊരു ഇൻക്യുബേറ്ററായി. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 700 രൂപയ്ക്ക് നമുക്ക് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് വേണ്ട ഇതുണ്ടല്ലേ, ഇതിന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇത് വെറും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെഷീൻ മാത്രമാണ് ഇത്. നമുക്ക് ഈ 10,000 രൂപ കൊടുത്തിട്ട് നമുക്ക് ഒരു 10,000 രൂപ കൊടുത്ത് നമ്മളൊരു ഇൻക്യുബേറ്റർ വാങ്ങുന്നതിൽ എത്രയും നല്ലതാണ് ഇതേപോലെ ഒരെണ്ണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു മേളത്തെ മൂടിയും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് നമുക്ക് മൂടിയും കൂടെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇൻക്യുബേറ്റർ ഇതിൻ്റെ സെറ്റിങ് ഏകദേശം പൂർണ്ണമായി. ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു ഷീറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അടപ്പം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ ഏകദേശം ഓക്കെ. വെറും 700 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇൻക്യുബേറ്ററാണിത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം നമ്മൾ പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്വിച്ച് നെട്ടെ ഇതെല്ലാം പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഇത് 37.5 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
37.5 ഡിഗ്രി ആകുമ്പോൾ ഇത് ശരിക്കും ഇത് ലൈറ്റ് ഓഫാകും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ചൂട് ടെമ്പറേച്ചറിൻ്റെ സെൻസർ നമ്മൾ ഈ സൈഡിൽ എവിടെയെങ്കിലും പിടിപ്പിക്കുക. സെൻസർ ഈ ഏറ്റവും അടുത്ത് നല്ലത് ഫാനിൻ്റെ സൈഡിലായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ലൈറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു കാരണവശാലും സെൻസർ കൊണ്ട് വെക്കരുത്. കാരണം അവിടെ പെട്ടെന്ന് ചൂടാകുന്ന ഒരു ഏരിയ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് സെൻസറിനകത്ത് 37.5 ഡിഗ്രി ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടായിരിക്കും. അല്ലെങ്കിൽ നല്ലത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ ഫാനിൻ്റെ സൈഡിലോ, ഇപ്പോൾ ഇവിടെ ഈ ഫാനിൻ്റെ സൈഡിൽ കാറ്റ് ഇപ്പോൾ ഫുള്ളായിട്ട് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആകുമ്പോൾ മാത്രമേ ഇത് കട്ട് ഓഫ് ആകൂ. അപ്പം നമ്മളത് പ്രധാനമായിട്ടും നോക്കുക. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇൻക്യുബേറ്റർ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു 700 രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണിത്. ഈ ഇൻക്യുബേറ്റർ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ സെറ്റിങ് ഒന്ന് നോക്കുക. നമുക്കിതിൻ്റെ 37.5 ഡിഗ്രി ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കട്ട് ഓഫ് ആകുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ലൈറ്റ് ഓഫാണ്. നോക്കിയേ, 37.5 ഡിഗ്രി ആയപ്പോൾ ലൈറ്റ് ഓഫായി. ഇതിപ്പോൾ നമുക്ക് 37.5 ആയപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫായി. 37.5 കണ്ടില്ലേ? ഇത് നമുക്കിപ്പോൾ ലൈറ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഓണാകും. നമുക്ക് 37 വീണ്ടും ഓണാകും. നമുക്കിത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റേഷ്യോ കറക്റ്റായി കഴിയുമ്പോൾ വീണ്ടും അത് ഓഫാകും. ഇപ്പോൾ ഇത് 37.5 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ. നമുക്ക് ശരിക്കും വളരെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല തെർമോക്കോൾ ബോക്സിനകത്തും ഫ്രിഡ്ജിനകത്തും ഒക്കെ ഇതേ സിസ്റ്റം തന്നെ, ഈ സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു വലിയൊരു ഫ്രിഡ്ജിനകത്ത് നമുക്ക് ചെയ്യാം. അതുപോലെ തെർമോക്കോൾ ബോക്സിനകത്ത് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞത് ചെയ്ത് നമുക്ക് വളരെ ചിലവ് കുറച്ച്, പിന്നെ കാർഡ്ബോർഡ് ബോക്സിനകത്ത് നമുക്ക് 700 രൂപ മാക്സിമം വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിന് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ നമുക്കൊരു 350 രൂപ അല്ലെങ്കിൽ 400 രൂപയ്ക്കകത്ത് നമുക്ക് ഒരു തെർമോസ്റ്റാറ്റ് വേണ്ടി വരും. പിന്നെ ഒരു 100 രൂപയുടെ ഒരു അഡോപ്റ്റർ, അതുപോലെ പിന്നെ നമ്മൾ ആക്രിക്കടയിൽ നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ CPU എന്നൊക്കെ നമുക്ക് ചെറിയ ഫാൻ കിട്ടും. അതും ഒരു ബൾബും കുറച്ച് വയറും മാത്രം മതിയാകും. ഇതിന് വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ തെർമോക്കോളിനൊക്കെ എല്ലാം കൂടെ ഒരു 50 രൂപയ്ക്ക് താഴെ, തെർമോക്കോൾ എല്ലാം കൂടെ 50 രൂപയ്ക്ക് താഴെ ആകത്തുള്ളൂ. ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരു രീതി. നമുക്ക് വളരെ ചിലവ് കുറച്ച് നമുക്ക് ഇൻക്യുബേറ്റർ, നമുക്ക് സാധാരണ ഒരു പുറത്തുനിന്ന് പോയി ഇൻക്യുബേറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ 2000 രൂപ ആകും. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഏതായാലും നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.